പൊന്നേ നീ എൻ നെഞ്ചിൽ മഴവില്ലായി തീരണം. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ മോമോന്റെ ഫസ്റ്റ് ഡേയിലെ ഒരു ഡേ എന്തായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് നമുക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്താവും ഏതാവും എന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ ഉമ്മമാരെ സ്കൂളിൽ കൊണ്ടാക്കിയ പോലെ നമ്മൾ നമ്മളുടെ കുട്ടിയെ സ്കൂളിലാക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് വേറെ തന്നെയാ കേട്ടോ. അപ്പൊ ഞാൻ എന്താ രാവിലെ തന്നെ എഴുന്നേറ്റ് രാവിലെ വേഗം പോകാനുള്ളതുകൊണ്ട് തന്നെ രാവിലെ ഓരോ കാര്യങ്ങളൊക്കെ ചടപടയെന്ന് കാണിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ മോൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ആൾക്ക് ഞാൻ കുറച്ചു നേരം കൂടെ കിടന്നില്ലെങ്കിൽ വേഗം എഴുന്നേറ്റ് പോരും. അങ്ങനെ വേഗം തന്നെ അവനെ ഫ്രഷ് ആക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ തന്നെ നല്ല പ്രശ്നത്തിലായിരുന്നു. കാരണം പോവാനൊന്നല്ല, പോവാൻ കുറച്ച് പ്രശ്നമൊന്നുമില്ല, എങ്കിൽ പോലും ആ ഒരു ഓട്ടപ്പാച്ചിൽ എന്താന്ന് ഞാൻ ഫസ്റ്റ് ഡേ അറിഞ്ഞു കേട്ടോ. കാരണം ഉമ്മയൊക്കെ പണ്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോഴേക്കും ഇതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അത്ര വലിയ പുത്തിരി അല്ലായിരുന്നു. പക്ഷെ എന്റെ മോൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോ ഫസ്റ്റ് ഡേ തന്നെ അത് പിടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് പിന്നെ ഫസ്റ്റ് ഓപ്പണിംഗ് സെറമണി മാത്രമേ ഉള്ളൂ കേട്ടോ വരുന്നത്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് വാട്ടർ ബോട്ടിൽ, വെള്ളം കൊണ്ടുപോവാ, എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുപോവാ, അങ്ങനെ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. കാരണം ഇതെങ്ങനെയാണ് എത്ര നേരം ഉണ്ടാവുന്നൊന്നും അറിയില്ല. രഞ്ജിന്റെ കാര്യം ഒന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. ഇരുത്തുന്നൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ വേഗം തന്നെ അവന് പുതിയ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് റീഫിൽ ചെയ്യണം. ആള് തലേ ദിവസം തന്നെ അത് ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലാട്ട് രാത്രി വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു വീഡിയോക്ക് ഷോക്ക് വേണ്ടി ബാഗിന്റെ ഉള്ളിൽ വെച്ചെന്നുള്ളൂ കേട്ടോ. അപ്പൊ അവനെ ഒന്ന് സ്നാക്സ് പോലെ എടുക്കുന്നത് ഞാൻ കുക്കുമ്പറാണ്. കുക്കുമ്പർ ആവുമ്പോൾ അവൻ പെട്ടെന്ന് കഴിക്കും. അവന് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പൊ അത് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഉപ്പൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ എടുക്കാന്ന് കരുതി. അപ്പൊ അതങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടാ. വേറെ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. കാരണം ഇനിയിപ്പോ അവന് നോർമൽ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ നെക്സ്റ്റ് 10th കേട്ടോ. അതായത് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് അവന് ക്ലാസ് നോർമൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ എന്താവും നമുക്ക് വീഡിയോയിലൂടെ കാണാട്ടോ ഞങ്ങൾ തമ്മിലുള്ള യുദ്ധമൊക്കെ. കാരണം ഇപ്പോ ഇന്നത്തെ ദിവസം 10 മണിക്കാണ് പ്രോഗ്രാം വന്നിട്ട്. പക്ഷെ ഇനി പോകുമ്പോ അവന് 8:30ക്ക് പോകണം. അപ്പൊ എന്താവും ഏതാവും ഒന്നും എനിക്കറിയാൻ പാടില്ല. അപ്പൊ ഞാനത് വേഗം തന്നെ ബാഗിലൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. വേറെ കാര്യമായിട്ട് ബാഗിലൊന്നും വെക്കേണ്ടി വരില്ല കേട്ടോ. സ്കൂൾ നോർമൽ ക്ലാസ് തുടങ്ങിയാലും സെയിം ഇതുപോലെ തന്നെയാണ്. കാരണം ബുക്ക് സ്കൂളിൽ തന്നെ വെക്കുകയാണ്. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഇതിൽ വെക്കേണ്ടി വരില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു കർച്ചീഫ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി വെച്ച് ഇനി ആളെ ഒരു റുട്ടീൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് റുട്ടീനിൽ വരുത്തണമല്ലോ. കർച്ചീഫ് വെച്ച് ഫേസ് തുടക്കാനും എല്ലാ കാര്യങ്ങളും. കാരണം എല്ലാത്തിനും പുറകെ നമ്മൾ ഉണ്ടാവുമ്പോൾ അവർക്ക് അത്രയും ഇതെങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് വരുത്തണമല്ലോ. അപ്പൊ അതിനുവേണ്ടി ബാഗിൽ തന്നെ കർച്ചീഫ് വെച്ചു. അങ്ങനെ നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മോമോക്ക് പോയി ഫുഡ് കൊടുക്കണം. ആളിത് അവിടെ ലഞ്ച് ബോക്സിന് ബാക്കിയൊക്കെ എടുത്ത് കളിക്കാനുണ്ടോ. ഫുഡ് കഴിക്കാന്ന് പറഞ്ഞപ്പോഴേക്കും വേഗം എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ലഞ്ച് ബോക്സിൽ ഫുഡ് കഴിക്കണമെന്നൊക്കെ ആദ്യം പറഞ്ഞു. പിന്നെ ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് അത് കഴിഞ്ഞ് അതും പിടിച്ചുകൊണ്ട് കയ്യിലിരിക്കുന്നുണ്ട്. വേഗം തന്നെ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഫുഡാണെങ്കിൽ കഴിച്ച് തീരണേ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. ഇനി സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താവും എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ വേഗം തന്നെ ഫുഡ് വാരി കൊടുത്ത് ഞാൻ തലേന്ന് തന്നെ കുളിപ്പിച്ച് കിടത്തിയോണ്ട് അവിടെ നല്ല തണുപ്പായിരുന്നു. ഞാൻ കുളിപ്പിച്ചില്ല കേട്ടോ. വേഗം തന്നെ ഷർട്ടൊക്കെ ഇന്ന് നോർമൽ കളർ ഡ്രസ് ആണ്. യൂണിഫോം വേണമെങ്കിൽ ഇട്ടുകൊണ്ട് പോവാം. പക്ഷെ ഞാൻ അവനെ കളർ ഡ്രസ്സ് തീച്ചുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ അത് റെഡി ആക്കുന്നുണ്ട്. ഷർട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊന്നും അടങ്ങി നിൽക്കുന്നില്ല. പകുതി ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. കാരണം ഷർട്ട് ഇടാൻ വിളിക്കുമ്പോൾ അവൻ അങ്ങോട്ട് ഓടും, പാന്റ് ഇടാൻ വിളിക്കുമ്പോൾ അവൻ മറ്റേത് ഓടും എന്നുള്ള മട്ടാണ്ടോ മോമോ. പിന്നെ കുറച്ചു നേരം ഒന്ന് എന്നെ പുന്നാരിച്ചിട്ടൊക്കെയാണ് ഇതൊക്കെ ഇടാറുള്ളത്. നമുക്ക് നേരില്ലാത്ത നേരത്താണ് ഇവന്റെ ഓരോ കോപ്പറായത്. അല്ലാത്ത ദിവസം നല്ല മോനായിരിക്കും, നല്ലോണം എല്ലാം അനുസരിക്കും. നേരമില്ലെങ്കിൽ ആള് നല്ല അലമ്പാവും കേട്ടോ. അങ്ങനെ ഷർട്ടൊക്കെ ഇൻ ചെയ്ത് കൊടുത്തിട്ട് അതൊക്കെ റെഡി ആക്കുന്നുണ്ട്. ഇനി ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം തലേ ദിവസം ഞാൻ കുളിപ്പിച്ചുകൊണ്ട് തന്നെ ഹെയർ ഒക്കെ നല്ല പാറി പറഞ്ഞിരിക്കണം. അപ്പൊ ജസ്റ്റ് ഒരു സീറോ ഒക്കെ ഇട്ടിട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് കുറച്ച് നാൾ കഴിഞ്ഞ് കാണുമ്പോൾ അവനൊരു വലുതായി കാണുമ്പോൾ അവന്റെ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു എന്ന് അവന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ മെയിൻ ആയിട്ട് ഈ വ്ലോഗ് ഇടുന്നത്. കാര്യമായിട്ട് ലൈക്കും വ്യൂസും ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഈ വീഡിയോക്ക്. നിങ്ങളുടെ മക്കളുടെ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു എന്ന് താഴെ വന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തായാലും വന്ന് കമന്റ് ചെയ്യണേ. അതോടൊപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. അങ്ങനെ ഷൂ എനിക്ക് ഇടാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ സൂറുവിനെ ഏൽപ്പിച്ചു കേട്ടോ. അവളിത് ആ ഷൂ ഒക്കെ ഇടിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ചായുറങ്ങുമാറൊരുമ്മി അമ്മയുണ്ട് ചാരയായി, നിന്റെ പിഞ്ചു പാതയോരം ഇന്നുമുണ്ട് കൂട്ടിനായി. പൊന്നേ നീ അങ്ങനെ ബാഗ് ഇട്ട് റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും ഇക്കാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാക്കോട് സലാം പറഞ്ഞ് പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതാ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാനും റെഡി ആയിട്ടുണ്ട്. മോമോനെ റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അധികം ടൈമൊന്നും കിട്ടിയില്ല റെഡി ആവാനായിട്ട്. ഒരുമാതിരി ഒന്ന് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്.
അങ്ങനെ അടുത്ത് മൂത്തുമ്മാടെ അടുത്തൊക്കെ പറയാണ്. കാരണം ഇവൻ എല്ലാവരുടെയും ഒരു പെറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരോടും സ്കൂളിൽ പോണത് പറഞ്ഞിട്ടാട്ടോ നടക്കണേ. ഇതിപ്പോ 9:30 കഴിഞ്ഞു ട്ടോ ഇനി അങ്ങേ പോണത്. 10 മണിക്ക് അവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. ആളനങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. അതിന്റെ ഇടയിൽ റെയിലും വെച്ച് അവന്റെ ഷൂ ലേസ് കഴിഞ്ഞു. അവിടെ നിന്ന് കുറച്ചു നേരം നിന്നു. പിന്നെ ആളവിടെ നിന്ന് അനങ്ങുന്നില്ല. പിന്നെ സുറ് പൊക്കി എടുത്തിട്ടാട്ടോ നേരെ കൊണ്ടുപോയത്. കാരണം നമ്മുടെ വണ്ടി വന്നത് കടയിലായിരുന്നു, വാപ്പിയുടെ കടയിലായിരുന്നു. അപ്പൊ അവിടെ വന്ന് വണ്ടി എടുക്കണമായിരുന്നു. അപ്പൊ അതുകൊണ്ടാട്ടോ ഈ നടന്നു വന്നത്. അല്ലെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവൂല. അപ്പൊ അവനടുത്ത് വാപ്പിയെടുത്ത് സലാം പറയാതെ പറയൂല, വണ്ടിയുടെ താക്കോല് താന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് ട്ടോ. അങ്ങനെ സലാം പറഞ്ഞ് ഞങ്ങളിതാ നേരെ സ്കൂളിലോട്ട് പോവാണ്. അങ്ങനെ സ്കൂളിലേക്ക് പോണ ദിവസം തന്നെ നല്ല പെരുമഴയായിരുന്നു ട്ടോ. എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം ഒരുവിധം മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വേഗം എത്താൻ പറ്റിയത് ട്ടോ. ഇങ്ങനെ സ്കൂളിൽ ക്യൂലൊക്കെ നിന്ന് ID കാർഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇതാ നിൽക്കാൻ ട്ടോ. ആള് കണ്ടു നല്ല കൂളാണ്, ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്കായിരുന്നു കുറച്ച് ടെൻഷനൊക്കെ, കാരണം എങ്ങനെയാവും എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷെ ആള് നല്ല കൂളാണ്. കാരണം ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് നല്ല ബോറടിക്കുന്നുണ്ട് എനിക്ക് പിന്നെയാണ് ട്ടോ മനസ്സിലായത്. കാരണം ഓരോ കുട്ടികളായിട്ട് അവൻ മിങ്കിൾ ചെയ്യുമ്പോൾ എന്നെ ആവശ്യം വരാറുമില്ല കേട്ടോ അങ്ങനെ മിങ്കിൾ ചെയ്യുമ്പോ ഒക്കെ. അപ്പോഴെനിക്ക് മനസ്സിലായി ഇവനെ എന്തായാലും സ്കൂളിൽ ചേർക്കണമെന്ന് വിചാരിച്ചിട്ട്. അതാണ് ഈ 3 വയസ്സിൽ തന്നെ അവൻ സ്കൂളിൽ ചേർത്തത്. അങ്ങനെ സ്കൂളിൽ വന്ന് അവിടെ ഹോളിൽ വന്നിരുന്ന് ആള് നല്ല ഡിസിപ്ലിനോടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ എടുത്തത് ആ ബലൂണൊക്കെ കൊടുത്തപ്പോൾ തന്നെ ഹാപ്പി ആയിട്ടോ. പിന്നെ എല്ലാ കുട്ടികളും ഇവനേക്കാൾ ചെറിയ ഏജ് ആയതുകൊണ്ട് ഇവൻ ഭയങ്കര അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. കണ്ടോ നല്ല അനുസരണയുള്ള മോനായിട്ട് അവൻ പോകണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോ കുട്ടികളും ഓരോന്ന് കാണിക്കുമ്പോഴേക്കും കരച്ചിലൊക്കെ തുടങ്ങിയായിരുന്നു. പക്ഷെ ഇവൻ അങ്ങനെ കാര്യമായിട്ട് കരയുന്നൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഫസ്റ്റ് ഡേ ആണ്. പിന്നെ അവിടെ ഇരിക്കുന്നില്ല, ഞാൻ പോരുന്നില്ല അങ്ങനത്തെ ഒരു ഇതുകൊണ്ടാണോന്ന് അറിയില്ല കേട്ടോ. പിന്നെ ദാ അടുത്തുള്ള കുട്ടികളൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട്. അവനിങ്ങനെ ചെറിയ പെൺകുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. പ്രത്യേകിച്ച് ആൺകുട്ടിയാണല്ലോ. അതുകൊണ്ട് ഇത് നല്ല പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അവന്. അങ്ങനെ ഇതാ ലാസ്റ്റ് പ്രോഗ്രാമിന് ശേഷം ജസ്റ്റ് ഒരു ഗിഫ്റ്റും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് ഇന്നത്തെ പ്രോഗ്രാം അവർ വൈൻഡപ്പ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞൊരു ദിവസം. മമ്മൂടെ ഫസ്റ്റ് ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ